വിശദമായ വാർത്തകളിലേക്ക് ആദ്യം നമ്മൾ പോകുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയിൽ നാട്ടുകാരെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന വാർത്തയിലേക്കാണ്. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. ഇന്നലെ രാത്രിയാണ് പുലിയെ കണ്ടത്. പാറയിൽ വിശ്രമിക്കുന്നതും ശേഷം റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തുവന്നു. പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പെരിന്തൽമണ്ണ മണ്ണാർമല റോഡ് ഉപരോധിക്കുകയാണിപ്പോൾ നാട്ടുകാർ. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദി, മണ്ണാർമല നിവാസികൾ ഏറെ കാലമായി ഈ പേടിയിൽ തന്നെയാണ്. ഇന്നലെ നമ്മൾ ഈ കൂടിന് തൊട്ടടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടിരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും സമാനമായ രീതിയിൽ അതേ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നാട്ടുകാർ ഏത് രീതിയിലാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത്? ശ്രീജ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മണ്ണാർമല പെരിന്തൽമണ്ണ റോഡ് മാട് റോഡ് പൂർണ്ണമായിട്ടും ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസുകാരും രംഗത്തെത്തുന്നുണ്ട്. നമ്മുടെ CI അടക്കമുള്ളവർ ഇപ്പോൾ നിലവിൽ ഇവിടേക്ക് എത്തിച്ചേരുന്നു. കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഏകദേശം ഈ ഒരു വഴി പൂർണ്ണമായും തടസ്സപ്പെട്ട് ഏകദേശം 3/4 മണിക്കൂറോളമായി. നമുക്കറിയാം, രാവിലെ ഓഫീസിലേക്ക് പോകുന്ന ആളുകളും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും അടക്കം വലിയ ഒരുപാട് യാത്രക്കാരാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു റോഡ് ഉപരോധത്താൽ വലഞ്ഞിരിക്കുന്നത്. എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തും അനുകൂല നിലപാടുണ്ടാകാതെ റോഡ് വെക്കുന്നതല്ലാതെ മയക്കോടി വെച്ച് പുലിയെ പിടികൂടണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിനോട് അനുകൂല നിലപാടല്ല വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ഈ ജനങ്ങളുടെ നമുക്ക് ഇവരുടെ നിന്ന് ചോദിക്കാം, എന്താണ് ഉപരോധം കഴിഞ്ഞോ? ഉപരോധം അവസാനിച്ചോ? സബ് കളക്ടർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടാണ്. ഇത് തീരുമാനം 3 ദിവസം കൊണ്ട് ഇതിന് തീരുമാനം തന്നിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നവും ഇവിടെ വീണ്ടും ഞങ്ങൾ ആരംഭിക്കും. ഇവിടെ ഉണ്ടാവും, DFO ഓഫീസിലേക്ക് ഉണ്ടാവും, കളക്ടർ ഓഫീസിലേക്ക് ഉണ്ടാവും. ഇനി സമയം ഉണ്ടെങ്കിൽ കളക്ടർ നിർബന്ധമാണ്, അല്ലാന്നുണ്ടെങ്കിൽ സമരം തുടരും. അത് ഉറപ്പാണ്. പോലീസ് മതിയാവില്ല, പട്ടാളത്തിറക്കണ്ടേ. മണ്ണാർമല ഒന്നടങ്കം ഈ റോഡിൽ തമ്പടിച്ചു. എന്താണ് കളക്ടർ പറഞ്ഞത്? പിന്നെ അതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്നും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും സമയബന്ധി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ കളക്ടറെ കാണുന്നതിന് വേണ്ടി ഒന്നും കൂടി ചെല്ലുകയാണ്. ഇവിടെയൊക്കെ നിവേദനം കൊടുത്താണ് കളക്ടർക്കും DFOക്കും അതേപോലെ തിരുവനന്തപുരത്തും പിന്നെ വൈദ്യക്കാരുടെ ഓഫീസിലൊക്കെ നിവേദനം കൊടുത്താണ്. മന്ത്രിക്ക് കൊടുത്തു. ഇനി നിവേദനം കൊടുക്കാൻ എവിടെയും ബാക്കിയില്ല. പക്ഷേ ഒരു ഓഫീസിലോട്ട് ഒരു പ്രസിഡന്റ് നിലയ്ക്ക് ഒരു മെമ്പർ നിലയ്ക്ക് ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നെസസറി ആക്ഷൻ എന്താണെന്നോ അതിന്റെ ഫോളോ അപ്പ് എന്താണോ ഇന്നേ വരെ ഒരു കുറിപ്പിലൂടെ അറിയിക്കാത്ത ഡിപ്പാർട്ട്മെന്റാണ് ഇന്നത്തെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അല്ല, പുലിക്കോട് മാത്രമേ ഉള്ളൂ. ആ പുലിക്കോട് മാത്രമേ വെച്ചിട്ടുള്ളൂ. CCTV ഇവിടെ വെച്ചൊക്കെ പോയി ജനങ്ങളാണ്. ആ വഴിയോരത്തിന്റെ വന്യജീവി അക്രമം എന്ന് കാണിച്ച ബോർഡ് വെച്ചത് ജനങ്ങളാണ്. അവരെ ഭാഗത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ ശീതീകരിച്ച റൂമിലിരിക്കുകയാണ്. DFOയുടെ റൂമിലാണെങ്കിലും നോർത്ത് CFന്റെ റൂമിലാണെങ്കിലും ഒക്കെ ശീതീകരിച്ച റൂമിലിരിക്കുന്ന ആളുകൾക്ക് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഈ പുലി പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട അൻവർ MLA മുൻ MLA പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഓർമ്മയുകയാണ്. വീണ്ടും ശക്തമായ പ്രക്ഷോഭം. ഇതൊരു പ്രദേശത്താളുകളാണ്, ഇതൊരു മണ്ണാർമല പ്രദേശത്താളുകളാണ്. ഇതിന് ശ്വാസന്മാരെ പരിഹാരം കണ്ടെങ്കിൽ വെട്ടത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനതയെയും ഇവിടെ അണിനിരത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മണ്ണാർമല പുലി പ്രശ്നം എന്നുള്ളത് നമ്മൾ വകുപ്പ് മന്ത്രി വളരെ ലാഘവത്തോടെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വാഹനങ്ങൾ എത്രയാണ് ഇവിടെ ബ്ലോക്ക് ആയിട്ടുള്ളത്. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് 2 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഈ 2 കിലോമീറ്റർ ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ 2 ബ്ലോക്ക്. രാത്രി കാലങ്ങളിൽ 10 മണി വരെ സ്ത്രീകളടക്കമുള്ള വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്യുന്നതാണ്. സ്ത്രീകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ് ഇവിടെ രാത്രി 10-11 മണി വരെ. ഈ റോഡിൽ വന്ന് നോക്കിയാൽ കാണാം. അത്ര ഭയാനകരമായിട്ടുള്ള ആശങ്കയാണ് ഇവിടെ ഉള്ളത്. ഇത് ജനവാസ മേഖലയിൽ പുലി ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ ഇറങ്ങി നടന്നിട്ടുണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുലി ഇവിടെ കാത്തു നിൽക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യാന് ഒരു വാഹനത്തിന് മുമ്പൊക്കെ പുലി ചാടിയാൽ എന്താണ് അവസ്ഥ? 2-3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു അപകടം ഉണ്ടായിട്ട് ഒരാളെ ജീവഹാനി സംഭവിച്ചിട്ട് ഒരു 10 ലക്ഷം കൊണ്ട് സർക്കാർ വകുപ്പ് മന്ത്രി ഇങ്ങോട്ട് ഓടിവെക്കും. അതെല്ലാവർക്കും അറിയാം. പക്ഷെ മണ്ണാർമലക്കാർ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മണ്ണാർമലക്കാർ ശക്തമായ സമര പരിപാടികൾ തടയാൻ കഴിയാത്ത രീതിയിലുള്ള ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കും. ഇപ്പൊ മാധ്യമങ്ങൾക്ക് മനസ്സിലായിപ്പോ ഇവിടെ മാധ്യമങ്ങൾ വരുമ്പോ ഇവിടെ ഫോട്ടോ എടുത്ത് പോകും, ഇവിടെ ഓരോ ഫോട്ടോ എടുത്ത് പോകും. പക്ഷെ മാധ്യമങ്ങൾക്കും മനസ്സിലായിപ്പോ ഒരു സീരിയൽ മാതിരി ഒരു 10 വർഷം വരെ സീരിയലാണത്. അപ്പൊ ആ സീരിയലിന്റെ കഥ മാറി.
ഇപ്പൊ ഞങ്ങൾ സമരരംഗത്ത് വന്നിട്ടുണ്ട്. ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ പുലിയെ പിടിക്കുന്നവരെ സമരം ഈ കഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞങ്ങളത്. അതാണ് മണ്ണാർമലക്കാർക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ റോഡിലെ ഉപരോധം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ 3 ദിവസത്തിനുള്ളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ, അതായത് ഈ പുലിയെ പിടികൂടാൻ ഈ കൂട് വെച്ചതിനപ്പുറം കാര്യമായ നടപടികൾ 3 ദിവസത്തിനകം കൈക്കൊണ്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഈ ഒരു മണ്ണാർമല മേഖല മാത്രമല്ല വെട്ടത്തൂർ പഞ്ചായത്ത് ഒന്നാകെ മുന്നിട്ടിറങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. നിലവിലെ ഉപരോധം അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം സ്കൂളിലേക്ക് പോകുന്നവരും ആശുപത്രിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണിത് പെരിന്തൽമണ്ണയിലേക്കുള്ള. അപ്പോൾ അത്തരം ഒട്ടേറെ യാത്രക്കാരുടെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ 3/4 മണിക്കൂറോളം നീണ്ട പ്രതിഷേധം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും. 3 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറുമെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് ഈ അധികൃതരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവർ പറയുന്നത്? ഇങ്ങനെ ഇത്ര പ്രത്യക്ഷമായി തന്നെ ഈ പുലി വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പെടുന്നൊക്കെയുണ്ട്, എന്നിട്ടും ഇതിനെ പിടികൂടാൻ കഴിയാതെ നാട്ടുകാരെ ഇങ്ങനെ ഭീതിയുടെ മുൻപിൽ നിർത്തേണ്ട ഒരു സാഹചര്യം എന്താണെന്നാണ് അധികൃതർ പറയുന്നത്? നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവരെ സംബന്ധിച്ച് ചട്ടപ്രകാരമുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ആ പുലിയെ കണ്ടു എന്ന് പറയുന്ന ഇടങ്ങളിൽ അത് പരിശോധന നടത്തി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് ചട്ടപ്രകാരം അത്ര എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന കാര്യമല്ല എന്നൊരു കാര്യമാണ് അധികൃതർ പങ്കുവച്ചിരിക്കുന്നത്. അതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇവിടെ സന്ദർശനം നടത്തി കൂടുതൽ ഇടങ്ങളിൽ ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരമായി കണ്ട സ്ഥലങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ച് അതിനെ പിടികൂടാനുള്ള നീക്കം ഒന്നുകൂടി ശക്തിപ്പെടുത്തുമെന്ന തരത്തിലേക്കാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ മറുപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും മതിയാകുമോ ഈ ഒരു മേഖലയിൽ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം നമ്മൾ ഈ നിൽക്കുന്ന മണ്ണാർമല മേഖലയിൽ മാത്രമല്ല, ഇതിനപ്പുറം കിലോമീറ്ററുകൾ കണക്കിന് നീണ്ടു കിടക്കുകയാണ് ഈ പുലിയുടെ സഞ്ചാരപഥം. ഒരു ദിവസം പുലി ഒരുപാട് കിലോമീറ്റർ നടക്കുന്നുണ്ട്. അപ്പോൾ പലയിടങ്ങളിലായി പുലിയെ കണ്ടവരുണ്ട്. ഒന്നിൽ കൂടുതൽ പുലികളെ ഇവിടെ കണ്ടതായിട്ടും നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ആശങ്ക അത് വളരെ വലുതാണ്. പക്ഷേ സർക്കാരിന്റെ ചട്ടപ്രകാരമുള്ള നടപടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വനം വകുപ്പ് ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് അത്തരത്തിലാണ് അറിയിക്കുന്നത്. അത് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇത് തന്നെയാണെങ്കിലും ഈ പ്രതിഷേധം ഇത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ തന്നെ പലപ്പോഴും രാവിലെ ഈ പുലിയുടെ ദൃശ്യങ്ങൾ കണ്ട് ഇവിടെ എത്തി നാട്ടുകാരുടെ അഭിപ്രായം തേടി പോകുമ്പോഴും അവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഒന്ന് തന്നെ പറയുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. പക്ഷെ അതിനപ്പുറം ഒരു സമരത്തിലേക്കും പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്കും കാര്യങ്ങൾ വഴിമാറുകയാണ്. കാരണം അത്രമാത്രം വലിയ ആശങ്ക ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് സാഹചര്യങ്ങൾ മാറുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഈ ഒരു നാടൊന്നാകെ വഴിമാറുമെന്ന് പറയേണ്ടി വരും. അത്രമാത്രം വലിയ ആശങ്കയാണ് ഈ വിഷയത്തിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തൽക്കാലത്തേക്ക് പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. റോഡ് ഉപരോധം തൽക്കാലത്തേക്കാണ് അവസാനിപ്പിക്കുന്നത്. നാട്ടുകാർ പക്ഷേ വലിയ പ്രതിഷേധത്തിലാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ, പുലിയെ പിടികൂടുന്നതിന് ആവശ്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ 2 ദിവസത്തിനകം വീണ്ടും വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് ആളുകൾ ആലോചിക്കുന്നത്.